എന്താണ് ഇവന്മാരുടെ സത്യത്തിൽ സംഭവം? ഒരു വർഷം ഇവര് ജോലിക്ക് പോകുമ്പോഴത്തേക്കും കുടിക്കൂല, പക്ഷെ ജോലി കഴിഞ്ഞാൽ കുടിയാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഒരു പണിക്കും പോണില്ല. അവിടെ ഇവിടെയൊക്കെ നടന്ന് ഈ കുപ്പി പെറുക്കലാണ്. എന്നിട്ട് കുപ്പി കൊണ്ടുപോയി കൊടുക്കുക, ഇത് മേടിക്കുക, കുടിക്കുക, വീണ്ടും കുപ്പി പെറുക്കുക. ഈ മലിനീകരണം അവര് പറയട്ടടാ. എന്റെ മക്കള് നാണക്കേട് കൊണ്ട് സ്കൂളിൽ പോലും പോണില്ല സാറ്. അവര് സ്കൂള് വിട്ടൊക്കെ വരുമ്പോ ഈ റോഡിന്മേലൊക്കെ നടന്ന് ഇങ്ങനെ പെറുക്കാണ്. എത്ര വട്ടം നിങ്ങളോട് ഞാൻ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു. ഇനി എനിക്ക് അറിഞ്ഞൂടെ സാറേ എന്താ വേണ്ടേന്ന്. അകത്ത് കിടക്കട്ടെ, അങ്ങനെയെങ്കിലും നന്നാവട്ടെ. ശരിയാണോ ഈ കേക്കണത്? നീയൊക്കെ പണിക്കും പോവാതെ കുപ്പിയും പറക്കി കള്ളും കുടിച്ച് നടക്കണ? അല്ല സാറേ, അത് പറഞ്ഞ് തിരിഞ്ഞു പോയതാ. ഞങ്ങള് പണിക്ക് പോയിട്ട് പിന്നെ കള്ളു കുടിക്കല്ല, ഞങ്ങൾ ആദ്യം കള്ളു കുടിക്കുകയാണ് ചെയ്യണത്. അപ്പൊ പിറ്റേന്ന് പണിക്ക് പോവാന്ന് തോന്നുന്നു. ഇപ്പൊ കള്ളു കുടിക്കരുതെന്ന് പറയാ, അപ്പൊ പിന്നെ എങ്ങനെ പണിക്ക് പോവാ? അതാ പണിക്ക് പോവാത്. അപ്പൊ പിന്നെ കുപ്പി പറക്കിയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കുക. നീയൊക്കെ ഈ കള്ളും കുടിച്ച് നിന്റെ കരളും കൂമ്പും പാടിയിട്ടേ രോഗിയായിട്ട് വീട്ടിൽ കിടന്ന് തൂറയും മുള്ളയും ചെയ്യാൻ നേരത്ത് നോക്കാൻ ഈ ഭാര്യയും മക്കളോ കാണുള്ളൂ. ഈ കൂടെ കുടിക്കാൻ നിന്ന തെണ്ടികളൊന്നും ഉണ്ടാവൂല നിന്റെയൊക്കെ കൂടെ. ആ ഭാര്യനെ മക്കളെ ഓർത്തിട്ടെങ്കിലും ഒന്ന് മാന്യമായിട്ട് ജീവിക്കടാ. സ്ഥലം പറഞ്ഞ എറിഞ്ഞിട്ട് മണ്ടു വരുന്നില്ലേ? വരുന്നില്ലേ? ഇല്ല. വരുന്നില്ലേ? എന്റെ പൊന്ന് ചേച്ചി, ഇവന്മാരൊക്കെ ഇങ്ങനെ പേടിപ്പിക്കാനേ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. പിടിച്ചകത്തിടാനൊന്നും പറ്റൂല. ഇപ്പൊ ഇവരെ കൊണ്ടാണ് സർക്കാർ നിലനിൽക്കണ. ഇവര് കുടിക്കണ കള്ളും ഇവരെടുക്കണ ലോട്ടറിയും ഇവന്മാരെ പെറ്റിക്ക് കുടിക്കണ കാശും കൊണ്ടാണ് ശമ്പളം കിട്ടണം. ഇത്രേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ലാമിനേറ്റഡ് ടഫൻ ഗ്ലാസുകൾ ലാൻസെറ്റ് ഗ്ലാസ്.